Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Ram 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama Rama Hare 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 Krishna Hare Krishna 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 Hare 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 Ram Ram Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama Rama Hare 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 Krishna Hare Krishna 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 Hare 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 Ram Ram Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama Rama Hare Hare Govinda Jaya 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 Govinda Jaya Jaya Gopala Jaya Jaya Radha Raman Hari Govinda Jaya Radha Jaya Hari Govinda Jaya Jaya Nityananda Vrinda Govinda Jaya Govinda Jaya Govinda Nityananda Janga Bolo Hari Jaya Jaya Bolo Bolo Hari Nityananda Janga Bolo Hari
अनंतकोटि वैष्णववृंद की, चैतन्य महाप्रभु की, गौर परमानंदे हरि 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 बोल। श्रील प्रभुपाद की जय, गुरुदेव की। നമുക്ക് ഭഗവാനെ ഗുരുക്കന്മാരെയും പരമ്പരയിലുള്ള ആചാര്യന്മാരെയും എല്ലാം ദാനിച്ചുകൊണ്ട് സത്സംഗത്തിലേക്ക് പോകാം. ഓം ജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വരൂപഗതാമിഹം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയൂതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സ്വാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണകരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മോഹം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്പ്രവാദമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമേശ്വരം. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിൻ നിധി നാമിനെ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ നിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുരുതി. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവ്യാ ഭക്തിർ ഭഗവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം ഭംഗിം ലംഘയതേ ഗിരിം യത്പ്രവാദമഹം ശ്രീഗുരും ദീനധാരിണം വന്ദേ പരമാനന്ദമാധവം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരണം. ഹരി തത്സത്. മൂന്നാം അധ്യായം കർമ്മയോഗം. മുപ്പത്താറാമത്തെ ശ്ലോകം. 36 തുടങ്ങ. 36ാമത്തെ ശ്ലോകം. അർജുന ഉവാച കഥക്കേന പ്രയുക്തോയം പാപം ചലതി. പേരെടുത്ത് കിട്ടിയോ? അതൊക്കേന പ്രയുക്തോയം പാപം ചലതി പൂരുഷ. അതൊക്കേന പ്രയുക്തോയം പാപം ചലതി പൂരുഷ. അനിച്ഛന്ന വിഭാഷ്ണേയ അനിച്ഛന്ന വിഭാഷ്ണേയ ബലാദിവാ നിയോജിതഃ ബലാദിവാ നിയോജിതഃ. വായിക്കാവോ? അദക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്ന വിവാഷ്ണേയ ബലാദിവാ നിയോജിതഃ.
അഗത്തേന പ്രയോജിതോ പാപം ചരതി പുരുഷ അനിച്ഛന്ന വിവാഷ്ണേയ ബലാധിപനിയോജിത. പാപം ചരതി പുരുഷ അനിച്ഛന്ന വിവാഷ്ണേയ ബലാധിപനിയോജിത. അനഘേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്ന വിവാഷ്ണേയ ബലാധിപനിയോജിതഃ. അർത്ഥം വായിക്കാം. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, വാഷ്ണേയ, ഹേ വാഷ്ണേയ, അഥ എന്നാൽ, കേന ആരാൽ, പ്രയുക്ത പ്രേരിതനായിട്ട്, അയം പുരുഷ ഈ പുരുഷൻ, അനിച്ഛൻ അഭി ഇച്ഛയില്ലാത്തവനെങ്കിലും, ബലാത്കാരാണ് നിയോജിത ഇവ നിയോഗിക്കപ്പെട്ടവനെ പോലെ പാപത്തെ ചരതി ആചരിക്കുന്നു. അർജുനൻ ഇനി അർത്ഥം ഒന്ന് വായിക്കാം. അർജുനൻ പറഞ്ഞു, വാഷ്ണേയ ഏതിനേലാണ് ഒരാൾ തനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ബലാത്കാരേണ എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത്. ഭാവാർത്ഥം ജീവാത്മാവ് കൃഷ്ണന്റെ ഒരു അംശം എന്ന നിലയിൽ മൗലികമായി ആത്മീയവും ശുദ്ധവും എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഭൗതിക പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ പാപങ്ങൾ അവനെ ബാധിക്കുന്നില്ല. എങ്കിലും പ്രകൃതിയോടുള്ള സമ്പർക്കം മൂലം ജീവസത്യവരും മടിയുമില്ലാതെ പല പാപങ്ങളും ചെയ്തു പോകുന്നു. ചിലപ്പോൾ തന്റെ ആഗ്രഹത്തിനെതിരായിട്ട് പോലും. ആ നിലയ്ക്ക് ജീവാത്മാക്കളുടെ വൈരുദ്ധ്യ സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടുന്ന അർജുനന്റെ ഈ ചോദ്യം ആശാവഹമാണ്. പാപം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരുന്നു. എങ്കിലും അന്തര്യാമിയായ പരമാത്മാവിൽ പ്രചോദിതങ്ങളല്ല ആ ദുഷ്കർമ്മങ്ങൾ. അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്ന പോലെ മറ്റൊരു കാരണമാണ് അതിന് പിന്നിൽ. അടുത്ത ശ്ലോകം വായിക്കാം, എന്നിട്ട് ഭാവാർത്ഥം പറയാം. ശ്രീ ഭഗവാനുവാച, കാമയേഷ ക്രോധയേഷ രജോ ഗുണാ സമുദ്ഭവ. കാമയേഷ ക്രോധയേഷ രജോ ഗുണാ സമുദ്ഭവ. മഹാചനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. മഹാചനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. ശ്ലോകം കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. മഹാശനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. മഹാശനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. ശ്രീ ഭഗവാനുവാച, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. മഹാശനോ മഹാപാപ്മാ വിദ്യേനമിക വൈരിണം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, യേശ ഇത്, രജോ ഗുണ സമുദ്ഭവ രജോ ഗുണത്തിൽ നിന്ന് ഉദ്ഭവിച്ചതും, മഹാശന സർവഭക്ഷകനും മഹാപാപമുള്ളതുമായ കാമമാണ്. യേശ ഇത് ക്രോധമാണ്. ഏനം ഇതിനെ, ഇക ഇവിടെ, വൈരിണം വിധി, വൈരി എന്ന് അറിയുക.
അർത്ഥം വായിക്കാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് ഉണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്ന കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാഭാവമാണ് ഇഹലോകത്തിലെ ശത്രു. ആവർത്തം ആരെങ്കിലും വായിക്കാം. അതിന്റെ സമ്പർക്കത്തിന്റെ ഫലമായി അവന്റെ ശാശ്വതമായ കൃഷ്ണപ്രയം കാമമായി പരിണമിക്കും. വളരെ ജീവസത്തിന്റെ സമ്പർക്കത്തിൽ കൈയായി മാറുന്നതുപോലെ കൃഷ്ണപ്രേമം കാമമായി മാറും. ഒതിരയില്ലാത്ത കാമം ക്രോധമായും ക്രോധം വിദ്യയായി മാറും. ഈ മായയാൽ ഭൗതിക സൃഷ്ടി നിലനിൽക്കും. കാമമാണ് ശുദ്ധ ജീവാത്മാക്കളെ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥരാക്കുന്നത്. ഇത് തന്നെയാണ് ജീവാത്മാവിന്റെ ഏറ്റവും വലിയ ശത്രു. ഗുണത്രയം ചിലപ്പോൾ ക്രോധമായും സദൃശങ്ങളായ മറ്റു ചില വികാരങ്ങളായും പ്രത്യക്ഷപ്പെടും. തമോഗുണത്തിന്റെ വേറൊരു രൂപമാണ് ക്രോധം. തന്മൂലം രജോഗുണത്തിൽ നിന്ന് തമോഗുണത്തിലേക്ക് പതിക്കുന്നതിലൂടെ നാം നിർദ്ദിഷ്ട കർമാനുഷ്ഠാനങ്ങളിലൂടെ സത്വഗുണത്തിലേക്ക് ഉയരണം. അങ്ങനെയായ ആത്മീയ സിദ്ധിയിലൂടെ ക്രോധത്താൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്പെടാം. പരമ പുരുഷനായ കൃഷ്ണൻ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയാനന്ദത്തിനായി അനേകം രൂപവിസ്തരണങ്ങൾ കൈക്കൊള്ളുന്നു. ഈ ആത്മീയാനുഭൂതിയുടെ ചെറുകണങ്ങളാണ് ജീവാത്മകളെല്ലാം. അവർക്ക് ഭാഗികമായ സന്തോഷം സ്വാതന്ത്ര്യമുണ്ട്. ഭാഗികമായ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ സേവന മനോഭാവം ഇന്ദ്രിയ സുഖ പ്രവണതയായി മാറും. ജീവാത്മാക്കൾ കാമത്തിന് വിധേയരാകുന്നത് അപ്പോഴാണ്. ബദ്ധരായ ജീവാത്മാക്കളുടെ ഈ കാമ പ്രവണതകളെ സഫലമാക്കി തീർക്കാൻ വേണ്ടിയാണ് പരമനിരോധന വിഷൻ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത്. ഇവിടെ നിരന്തരം കാമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇച്ഛാബന്ധം സംഭവിക്കുമ്പോൾ ജീവാത്മാക്കൾ തങ്ങളുടെ മൂല സ്വരൂപത്തെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങും. അന്തരോ ബ്രഹ്മജിജ്ഞാസ, ഈ അന്വേഷണമാണ് വേദാന്ത സൂത്രങ്ങളുടെ തുടക്കം. അതായത് ഓരോരുത്തരും പരമോന്നത ഭഗവാൻ പരമോന്നതയെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ്. ഈ പരമപുരുഷനെ ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. ജന്മാദ്യ സേരോ നയാദിശ സ്വരാട്, അതായത് എല്ലാത്തിൻ്റെയും ഉള്ള പരബ്രഹ്മമാണെന്നാണ്. അതുകൊണ്ട് കാമത്തിന്റെ ഉത്പത്തിയും അതേ പരമപുരുഷൻ തന്നെ. കാമത്തിന്റെ പരമപുരുഷനുള്ള പരമമാക്കി മാറ്റിയാൽ, അതായത് കൃഷ്ണാവബോധമാക്കി മാറ്റിയാൽ, എല്ലാ കൃഷ്ണ സേവനത്തിനു വേണ്ടി ആഗ്രഹിച്ചാൽ കാമവും യോഗവും മാറ്റിയെടുത്തിരിക്കും. ശ്രീരാമന്റെ നിത്യസേവകനായ ഹനുമാൻ രാവണന്റെ കനകനഗരം ഭസ്മമാക്കി സ്വന്തം ലോകത്തെ പ്രകടിപ്പിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഹനുമാൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരുകയാണ് ചെയ്തത്. ഇതിനെ തന്റെ സംപ്രീതിക്ക് വേണ്ടി ശത്രുക്കളുടെ ലോകത്തെ ഉപയോഗിക്കുവാനാണ് ഭഗവാൻ നേരിടുന്നത്. കാമവും യോഗവും കൃഷ്ണസേവനത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ അവർ നമ്മുടെ ശത്രുക്കളായി ഭവിക്കുന്നതിന് പകരം മിത്രങ്ങളായി തീരുക തന്നെ ചെയ്യും. ഇവിടെ അർജുനന് പാപത്തെയും പുണ്യത്തെ പറ്റിയും ഒക്കെയാണ് അർജുനൻ ഇവിടെ പറയുന്നത്. നമ്മൾ ഭൗതിക പ്രകൃതിയിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പാപം ചെയ്യേണ്ടതായിട്ട് നമ്മൾ വരും. അതായത് പാപവും പുണ്യവും നമ്മളിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. പാപം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കോ ഞാനത് ചെയ്തല്ലോ. പുണ്യം കേൾക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി വരും, ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തല്ലോ. പക്ഷെ നമുക്ക് മനുഷ്യനെ ഉള്ള ഈ പാപപ്രവൃത്തിയും പുണ്യപ്രവൃത്തിയും ഒക്കെ ബാധിക്കത്തുള്ളൂ. പാപത്തിന്റെ ഫലം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. പുണ്യപ്രവൃത്തി നമ്മൾ ചെയ്താലും അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷെ മൃഗങ്ങൾക്ക് പാപവും പുണ്യവും ഉണ്ടോ? ഉണ്ടോ? മൃഗങ്ങൾക്കൊന്നും തന്നെ പാപവും പുണ്യവും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളെല്ലാം ആർക്കാണ്? നിയമങ്ങളും വേദ സംഹിതകളും ഒക്കെ ആർക്കാണ്? എല്ലാം ഉത്കൃഷ്ട ജീവിയായിട്ടുള്ള മനുഷ്യന് വേണ്ടിയിട്ടുള്ള. ഇപ്പൊ വേദങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അതെല്ലാം നമ്മുടെ നല്ല നടത്തിപ്പിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് വേദങ്ങൾക്കകത്ത്.
അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് കുറച്ച് സമയം ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യണം. അങ്ങനെ ഒരുപാട് നിയന്ത്രണ രേഖകളും എല്ലാം വേദങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അത് ഇതുവെല്ലാം മൃഗങ്ങൾക്ക് ബാധകമാണോ? ഒന്നും ബാധകമല്ല, എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. അപ്പം അതുപോലെ തന്നെ ഒരു ഗവൺമെന്റിന്റെ നിയമങ്ങളാണെങ്കിൽ പോലും ആർക്കാണ്? നമുക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ. മൃഗങ്ങൾക്ക് യാതൊരു നിയമങ്ങളും അവർക്ക് ബാധകമല്ല. ഇപ്പൊ സർക്കാരിന്റെ നിയമങ്ങളൊക്കെ ഉദാഹരണത്തിന് നമ്മൾ വഴിയെ ഇപ്പൊ നടന്നു പോകുമ്പം നമുക്ക് ഏത് സൈഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വാഹനങ്ങൾ എങ്ങനെ സൈഡ് കൊടുക്കണം, അങ്ങനെയെല്ലാം ഒരുപാട് നിയമങ്ങളുണ്ട് സർക്കാർ. പക്ഷെ മൃഗങ്ങൾക്ക് അത് ബാധകമാണോ? റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് പ്രത്യേക ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുവഴിയെ ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. മൃഗങ്ങൾ അതെല്ലാം നോക്കാറുണ്ട്. ഒരു പട്ടിയും പൂച്ചയൊക്കെ ഇതെല്ലാം നോക്കാറുണ്ടോ? അതതിന് ഇഷ്ടം പോലെ അത് ക്രോസ് ചെയ്യുകയോ വരുവോ പോവുകയോ ഒക്കെ അത് ചെയ്യും. ഇപ്പം നമ്മൾ തിരുനക്കരയിലൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ ചെന്ന്, ഞാൻ വെളുപ്പിനെ ഒക്കെ പോകുമായിരുന്നു. നമ്മുടെ അമ്പലത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാണാം, നമുക്ക് ശ്രീകോവിലിനകത്ത് നിന്ന് പൂച്ച ഇറങ്ങി വരുന്നതാണ്. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പം അതിന് ഇതൊന്നും ബാധകമല്ല. അതവിടെ കയറും, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിയൊക്കെ പിടിക്കും, അല്ല പാറ്റയൊക്കെ പിടിക്കും, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് ഇറങ്ങി വരും. പക്ഷെ നമുക്കങ്ങനെ കയറാമോ? അത് വൈദിക ശാസ്ത്രം അനുസരിച്ച് അതിന് യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ഗർഭഗൃഹത്തിനകത്ത് പോകാനിരിക്കുന്ന ഗർഭഗൃഹത്തിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്കും ഒക്കെ അതീതമായിട്ടാണ് നമ്മൾ മുന്നോട്ട്. നമുക്ക് തോന്നുന്നു നമ്മൾ സ്വതന്ത്രനാണ്, പക്ഷെ നമ്മൾ സ്വതന്ത്രനാണോ? നമുക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ? നമ്മൾക്ക് ആ നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടേ ഉള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് അനിഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ നിയമത്തിന്റെ ആ ഒരു പിടിയിലൂടെയാണ് നമുക്ക് തോന്നും നമ്മൾ സ്വതന്ത്രരാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ സ്വതന്ത്രമല്ല. നമ്മൾ ശരിക്കും ആ ഒരു ഭൂമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദുഃഖാലയം എന്ന് പറയുന്ന ഗ്രഹത്തിൽ നമ്മൾ തടവുകാരാണ് ശരിക്കും പറയുന്നത്. നമുക്ക് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റും. നമുക്ക് നിഷ്കർഷമായ ചില കാര്യങ്ങളിലൂടെ മാത്രം കടന്നു പോകാനും അത് ചെയ്യാനും അർഹിക്കുന്നത് മാത്രമേ ചെയ്യാനുള്ളൂ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു. ഒരു അസുഖം വന്നാൽ നമ്മളിപ്പം ഡോക്ടറെ അടുത്ത് ചെന്ന് കാണുന്നു, ആ മരുന്ന് വാങ്ങിക്കുന്നു. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയാസ പ്രകാരം നമുക്ക് ആ മരുന്ന് കഴിക്കാൻ പറ്റുമോ? ഡോക്ടർ പറയുകയാണ് ഒരു 4 ടീസ്പൂൺ വെച്ച് രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് 3 നേരം കഴിക്കണമെന്ന് പറയാം. നമുക്കൊരു 10 ടീസ്പൂൺ വെച്ച് ആ മരുന്ന് കഴിക്കാൻ പറ്റുമോ? 10 ടീസ്പൂൺ വെച്ച് കഴിച്ചു കഴിഞ്ഞാലോ എന്താ സംഭവിക്കും? ഞാൻ ഡോക്ടർ പറയാനൊന്നും കേൾക്കണ്ട, പെട്ടെന്ന് അസുഖം കുറയാനായിട്ട് 4 ടീസ്പൂൺ എന്നുള്ള ഒരു 10 ടീസ്പൂൺ വെച്ച് കഴിച്ചേക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ കഴിക്കുകൊണ്ട് എന്നാ ചെയ്യും? വീണ്ടും നമ്മൾ കെമിക്കൽ റിയാക്ഷനൊക്കെ ഉണ്ടാക്കി വീണ്ടും നമ്മൾ ആരോഗ്യത്തിൽ നമ്മൾ പെട്ടു. നമ്മൾ അതുപോലെ തന്നെ ആഹാരം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കഴിക്കുകയാണ്. നമുക്ക് എത്ര ആഹാരം കഴിക്കാൻ പറ്റും? 1 കിലോ ആഹാരം കഴിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. നമുക്ക് വളരെ പരിമിത ആഹാരം കഴിക്കുന്നത്. അതേസമയം ഒരു ആനയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു നേരം ഒരു 40 കിലോയ്ക്ക് എടുത്ത് ആഹാരം കഴിക്കാന്നാണ് പറയുന്നത്. ഒരു ആനയ്ക്ക് നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുമോ? നമുക്ക് ആ പരിമിത. ഇപ്പൊ എത്ര പണക്കാരനായാലും, എത്ര ഉന്നതനായാലും, എത്ര സന്യാസിയോ അല്ലെങ്കിൽ ആരൊക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിലും അതിനൊരു പ്രത്യേക ഒരു അളവുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല റിയാക്ഷൻ ഉണ്ടാകും. അത് നമ്മളെ രോഗാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാപങ്ങളിലും പുണ്യങ്ങളിലും ഒക്കെ ചേർന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് നീങ്ങും. നമ്മൾ ഈ നിയമങ്ങളെയും, ഈ വേദങ്ങളിലെ നിയമങ്ങളെയും, അല്ലെങ്കിൽ സർക്കാർ നിയമങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെ ചെല്ലും? നമ്മൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. നമ്മൾ നിയമങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ നിയമങ്ങളെ കാറ്റിൽ പറഞ്ഞ് നമ്മൾ പോയാൽ നമ്മൾ ആ ഒരു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. ഇപ്പൊ പോലീസ് സംവിധാനമൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. അവരെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ അവർ ശിക്ഷിക്കുന്നുണ്ടോ? നിലവിൽ ഇല്ല. പക്ഷെ നമ്മൾ ആ നിയമത്തെ നമ്മൾ അനുസരിക്കുന്നുണ്ട്. ആ നിയമം അനുസരിക്കാതെ വരുമ്പോൾ മാത്രമാണ് അവരുടെ ഇടപെടലുണ്ടാകുന്നത്. അല്ലെങ്കിൽ പോലീസിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അവരെ നമ്മളെ പേടി. നമുക്ക് മറ്റു യാതൊരു വിധത്തിലും നമുക്ക് ശല്യങ്ങളില്ല. നമ്മൾ പൊതുസമൂഹത്തിനും നമുക്ക് മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ ശല്യം എന്നുള്ള നിലയിൽ നിയമം തെറ്റിക്കുമ്പോഴാണ് നമുക്ക് അത്തരം സംവിധാനങ്ങളെ നമുക്ക് നേരിടേണ്ടി വരുന്നത്.
അപ്പം നമ്മൾ ഒന്നുകിൽ നമ്മൾ സർക്കാർ നിയമങ്ങൾ അനുസരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വേദങ്ങൾ പറയുന്ന അനുസരിച്ചുള്ള നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ജയിൽവാസം നമുക്ക് ഉറപ്പാണ്. അപ്പം പിന്നീട് ഇവിടെ സൂചിപ്പിക്കുന്ന വേറെ രജോ ഗുണത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലേ അർജുന, രജോ ഗുണ സമ്പർക്കത്താൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്ന കാമമാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്, എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാഭാവമാണ് ഈ ലോകത്തിലെ ശത്രു. കാമം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങളെയാണ് നമ്മളെ കാമം എന്ന് പറയുന്നത്. അതൊരു അഭിനിവേശമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ? നമുക്ക് അത് വേണം, അല്ലെ ഇത് വേണം, നമുക്ക് ഓരോ വസ്തുക്കൾ കാണുമ്പോൾ അങ്ങനെ, അല്ലെ ആ കോഴ്സ് പഠിക്കണം, ഈ കോഴ്സ് പഠിക്കണം, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന വാങ്ങിച്ചു, അവരത് വാങ്ങിച്ചു, അല്ലെ അവിടെ അത് കണ്ടു, അല്ലെ ഇത് വാങ്ങിക്കണം, അങ്ങനെയുള്ള നമുക്ക് ഭയങ്കരമായ തീവ്രമായ ആഗ്രഹങ്ങളാണ് നമ്മളെ മരണം വരെ നമ്മളെ നീട്ടിക്കൊണ്ട് പോകുന്നത്. അതിനിടയ്ക്ക് ഇതെല്ലാം നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ നോക്കുക. അതാണ് ഈ ആഗ്രഹം. ഈ കാമം എന്ന് പറയുന്നത് ഒരു അഭിനിവേശമാണ്. അത് രജോ ഗുണത്താൽ നിബിഡമാണ്. എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഈ വേദങ്ങൾ അനുസരിക്കാതെ നമ്മളൊരു അഭിനിവേശത്തോടു കൂടി അങ്ങ് പോവാണ്. സാധാരണ ജനങ്ങൾ അവർ കാണിച്ചു, ഇവർ കാണിച്ച്, അല്ലെങ്കിൽ മറ്റവർ കാണിച്ചു, അത് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, നമുക്കും അങ്ങനെ പോകാം, നമുക്കതിൽ നല്ലപോലെ പോകണം, നമുക്ക് ഇങ്ങനെ പോകണം, ഇങ്ങനെയുള്ള ആ ഒരു നിയന്ത്രണങ്ങൾക്കോ മറ്റൊന്നുകൾക്കോ വിധേയമാകാതെ തന്നിഷ്ടപ്രകാരം 4ാം ക്ലാസ് പെട്ട 4ാം കട മനുഷ്യർ ജീവിക്കുന്ന പോലെ സാധാരണ ജനങ്ങൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം. അവർ കൂടുതലും ജീവിതത്തിന്റെ താല്പര്യം എന്തിനായിരിക്കും? തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ, ഇങ്ങനെയുള്ള ജീവിതം എന്തിനാണ്? ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മനസ്സ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ജീവിച്ച് നമ്മൾ പോകുന്നു. അപ്പം ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ അപകടങ്ങളിലേക്ക് എത്തപ്പെടുത്തുള്ളൂ. ഇന്ദ്രിയ സന്ദർപ്പണത്തിനല്ലാതെ നമ്മളെ ജീവിതം വേദങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഉന്നത നിലവാരത്തിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്താണ്? അവർക്ക് നമ്മുടെ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്ന ഈ ഭൂമിയുടെ, അതായത് ദിക്വാലയത്തിൽ നിന്ന് ഉന്നത ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കും. നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ഒരുപാട് ഉപരിലോകം, വ്യത്യസ്ത ഗ്രഹങ്ങളുണ്ട്. നമ്മൾ ആ പാടെ പോയിട്ടുള്ള ഇവിടുന്ന് ചന്ദ്രനെ വരെ ഒന്ന് പോയിട്ടുണ്ടെന്ന് പറയുന്നു. നാസയൊക്കെ പറയുന്നു, അമേരിക്കക്കാർ പറയുന്നത് ചന്ദ്രനിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു. അത് നുണയാണെന്നും പറയുന്നുണ്ട്. ചന്ദ്രനെ വരെ പോയി. ഇപ്പൊ പലരും ചന്ദ്രനിലൊക്കെ സ്ഥലം വാങ്ങിക്കാൻ നോക്കുക, ചന്ദ്രനിൽ ജീവിക്കാന്നുള്ളൊരു കണക്കുണ്ട്. സ്ഥലം വാങ്ങിച്ച് അവിടെ പോയി താമസിക്കാൻ പറ്റുമോ? നമുക്കൊരിക്കലും പറ്റുമല്ലോ അവിടെ പോയി താമസിക്കാനായിട്ട് പറ്റുക. ഭൂമിയിൽ തന്നെ ഇവന്റെ ഭാഗമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ പിന്നെ ചന്ദ്രനിലേക്ക് പോകുന്ന കാര്യം. അപ്പം ഭൂമിയിൽ ഇതുപോലെ വ്യത്യസ്തപരമായ ജീവജാലങ്ങളുണ്ട്. ഇവയെല്ലാം ജീവിച്ചു പോകുന്നു. എല്ലാ ജീവജാലങ്ങളും ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഒരു പന്നിയാണേലും, ഒരു കഴുതയാണേലും, ഒരു ആനയാണേലും, പട്ടിയാണേലും എല്ലാം ആ ജീവിതത്തിലൂടെ അവരുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെ ഈ നമ്മുടെ ഇതുപോലെ ജീവജാലങ്ങളുള്ള പോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളിലും ഇതുപോലെ ജീവജാലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മുകളിലോട്ട് ഭൂർലോകം, അതിനു മുകളിൽ ഭൂർലോകം, അതുപോലെ തന്നെ സ്വർഗലോകം, ജനലോകം, തപോലോകം, മഹർലോകം, സത്യലോകം, അങ്ങനെ ഉപരിലോകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിനു മുകളിൽ ആത്മീയ ഗ്രഹങ്ങൾ വേറെയും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട്. അപ്പം നമ്മൾ രജോ ഗുണത്തിന് നമ്മൾ അഭിനിവേശം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തുമോ? ഈ പറഞ്ഞ സ്വർഗഗ്രഹങ്ങളിലേക്കോ അല്ലോ ഉന്നതമായ സ്വർഗം പോലുള്ള ഉപരിലോകങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുവോ? രജോ ഗുണത്തിലും തമോഗുണത്തിലും പെട്ടാൽ നമ്മൾ അവിടെ എത്തപ്പെടുവോ? നമ്മൾ എത്തപ്പെടത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണത്തിൻ്റെയും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ കൂടുതലും, ഭൂരിഭാഗവും ആൾക്കാരും എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, ഭൗതിക പ്രകൃതിയിലാണ് വസിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് നമുക്ക് ഈ വേദങ്ങളിലൂടെയാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. ഇതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന ആൾക്കാരുമുണ്ട്. തർക്കിക്കുകയും വെല്ലുവിളിക്കുകയും ഇങ്ങനെയൊന്നുമില്ല. അവരതിന് ഉപോത്കലപരമായ ഒരുപാട് തെളിവുകൾ അവർ നിരത്തും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂപമണ്ഡൂകങ്ങളാണെന്നാണ് ശ്രീല പ്രഭുവാദർ പറയുന്നത്. നമ്മുടെ ഭൗതിക
നമ്മുടെ ഇസ്കോണിന്റെ സ്ഥാപകൻ ഭക്തിവേദ സ്വാമി പ്രഭാതിൽ വരുന്ന കൂപമണ്ഡുകളാണ് എന്നാണ് പറയുന്നത്. ഡോക്ടർ തവള ഒരു കിണറ്റിലാണ് അത് ജനിച്ച് വളർന്നതല്ല. അദ്ദേഹം ഡോക്ടറാണ്, ഡോക്ടർ തവളയാണ്. അത് ആ കിണറ്റിൽ ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു തവള ചെന്ന് അത് സമുദ്രത്തിലൊക്കെ പോയിട്ടുണ്ട്, പുഴയിലും സമുദ്രത്തിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവിടെ വന്നിട്ട് ഡോക്ടർ തവളയോട് പറയാണ്, അയ്യോ ഇതെന്ത് ചെറിയ ഒരു ജലാശയമാണ് ഈ കുളം. ഞാൻ അറ്റ്ലാന്റിക് സമുദ്രം കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രം കണ്ടിട്ടുണ്ട്, പസഫിക് സമുദ്രം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ ഈ കുളത്തിലെ തവള എന്നാ പറയുന്നത്? അതെങ്ങനെയാ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഈ പസഫിക് സമുദ്രത്തിന്റെ അതെങ്ങനെയാ താരതമ്യം ചെയ്യുന്നത്? അത് ജനിച്ചു വളർന്ന് പുറത്തോട്ട് പോയിട്ടേ ഇല്ല. ഈ കുളത്തിനകത്ത് വെളിയിലേക്ക് ചാടി പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിധത്തിലാണ് മറ്റേ തവള ഇതിനകത്ത് എങ്ങനെയോ പെട്ടുപോയതാണ്, പുറത്തുനിന്ന് വന്ന തവള. അപ്പൊ അദ്ദേഹം ഈ ഡോക്ടർ തവള ചോദിക്കുകയാണ്, എന്റെ ഈ കുളത്തിനത്രയും വരുമോന്ന് അറ്റ്ലാന്റിക് സമുദ്രം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അല്ലെങ്കിൽ പസഫിക് സമുദ്രം എന്റെ ഈ കുളത്തിനേക്കാളും വലുതാണോ അതോ ചെറുതാണോ? ഇങ്ങനെയാണ് നമ്മുടെ അറിവുകൾ. നമ്മൾ വളരെ ശുഷ്കിച്ച് നമ്മൾ ഈ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കത്തിൽ പെടുന്ന ആചാര്യന്മാരുടെയും ഒക്കെ അവർക്ക് രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഒക്കെ പെടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അവരവരുടെ പാണ്ഡിത്യവും അവരുടെ സംസ്കൃതത്തിലുള്ള ആ ഒരു ഉന്നതമായ അറിവും അവരുടെ എന്താണ് പറയുന്നത് അവർക്ക് കിട്ടി അവർ ആർജിച്ച അറിവും അവരുടെ പെരുമയും പേരൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഭഗവാനിൽ നിന്ന് വരുന്ന പരമ്പരയോ അല്ലെങ്കിൽ ശങ്കര സമ്പ്രദായത്തിൽ പരമ്പരയിൽ വരുന്നതോ അല്ലെങ്കിൽ കുമാര സമ്പ്രദായത്തിലോ അല്ലെങ്കിൽ ശ്രീ സമ്പ്രദായത്തിൽ നിന്നോ വരുന്ന പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെ ബുക്കുകളൊന്നും നമ്മൾ വായിച്ചിട്ടില്ല. ഞാനൊന്നും വായിച്ചിട്ടേ ഇല്ല. ആ പാടെ ഇസ്കോണിൽ വന്നതിന് ശേഷമാണ് ശങ്കര സമ്പ്രദായത്തിൽ പിറന്ന ആൾക്കാരുടെ 1-2 ബുക്കുകളൊക്കെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. പരമ്പരയിൽ വരുന്ന ഇതുപോലുള്ള ബുക്കുകളൊക്കെ വായിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പം നമ്മുടെ അറിവുകൾ ഇങ്ങനെ നമ്മൾ പരിമിതപ്പെടുത്തി അതിനകത്ത് നമ്മൾ കെട്ടിക്കിടന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ ഡോക്ടർ തവളയെ പോലെ. അപ്പൊ നമ്മൾ ചന്ദ്രൻ വരെ പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രപഞ്ചം ഇതുപോലെ ചന്ദ്രനെ പോലെ തന്നെ നമ്മുടെ ഈ ഭൗതിക, അതായത് നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിനകത്ത് നമ്മുടെ ഈ ഗ്രഹങ്ങളെ പോലെ തന്നെ ഇതുപോലെ ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മസംഹിതയ്ക്കകത്ത് പറയുന്നുണ്ട്, യസ്സൈക്യ നിശ്വസിത കാല മഥാവലംബ്യ ജീവന്തി ലോമ വിരജാ ജഗദണ്ഡനാഥ വിഷ്ണുർ മഹാൻ സഹ ഇടയസ്യ കലാവിശേഷ ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. അതായത് ബ്രഹ്മസംഹിതയ്ക്കകത്ത് പറയുന്നുണ്ട്, ഭൗതിക ലോകത്തിൽ, അതായത് നമ്മുടെ ഈ വരുന്ന പ്രപഞ്ചം വരുന്ന ഭൗതിക ലോകത്തിൽ ബ്രഹ്മാവും മറ്റു ദൈവങ്ങളും എല്ലാം ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഒരു ഉച്ഛ്വാസം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യും. അതായത് ഒരു ശ്വാസം എടുത്ത് ഉച്ഛ്വസിക്കുന്ന ഒരു കാലയളവുണ്ട് ഈ ദേവീദേവന്മാർക്കെല്ലാം ആയുസ്. അപ്പൊ നിങ്ങൾ ഭഗവാന്റെ ആ ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ കാലയളവ് ഒന്ന് ആലോചിച്ച് നോക്കി. ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്ന് അസംഖ്യം പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാണ്. ഓരോ രോമകൂപങ്ങളിൽ നിന്നും അസംഖ്യം പ്രപഞ്ചങ്ങളുണ്ട്. ഭൗതിക ആകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഭഗവാന്റെ ഒരു ശ്വാസം അകത്തോട്ടെടുക്കുകയും ഒരു ശ്വാസം പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ആ കാലയളവ് മാത്രമേ ഉള്ളൂ ദേവീദേവന്മാർക്ക് ആയുസ്. അപ്പൊ ആ കാലയളവ് കഴിയുമ്പോൾ ഈ ദേവീദേവന്മാരെല്ലാം നശിക്കും. ശിവൻ മാത്രമാണ് പിന്നെ ഭഗവാനിലേക്ക് ചെല്ലുന്ന വീണ്ടും വരുന്നത്. ബാക്കിയുള്ള ദേവീദേവന്മാർക്ക് ഡെമി ഗോഡ്സ് എന്ന് പറയും. അവർക്ക് എല്ലാവർക്കും മരണമുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ ജീവാത്മാക്കളെ പോലെ തന്നെ അവർക്കെല്ലാം മരണമുണ്ട്. നമ്മളീ പ്രാർത്ഥിക്കുന്ന ദേവീദേവന്മാർക്കെല്ലാം മരണമുണ്ട്. അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാണ് ഇത്തരത്തിലുള്ള അറിവുകളിലേക്കൊക്കെ എത്തപ്പെട്ട് നമ്മൾ പോയി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ദേവീദേവന്മാരിൽ ആരുടെ അംശമാണ്? പരമപുരുഷനായ ഗോവിന്ദന്റെ അംശമാണ് ബ്രഹ്മസംഹിത പറയുന്നത്. ബ്രഹ്മസംഹിത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നതാണ്. ബ്രഹ്മാവ് ഒരിക്കൽ ഭഗവാന്റെ ലോകത്ത് പോയി, ഗോലോകത്ത് പോയി. അപ്പം ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, അന്ന് അത് കണ്ടാണ്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് പാടിയതാണ്. നമ്മുടെ ഗോവർദ്ധൻ ലീല നടക്കുന്ന സമയത്തും ഇതുപോലെ ബ്രഹ്മാവ് ഉണ്ണിക്കണ്ണൻ
കണ്ണൻ ഇതെല്ലാം ചെയ്ത് കൃഷ്ണനാണോ, ഈ ഗോവിന്ദനാണോ എന്ന് ബ്രഹ്മാവിന് സംശയം ഉണ്ടായിട്ടാണ് ബ്രഹ്മലീല നടത്തുന്നത്. കുറച്ച് ലീലകളൊക്കെ അവിടെ നടത്തി ഗോപന്മാരെയും ഗോപികമാരെയൊക്കെ മറയ്ക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം ഭഗവാൻ പുനഃസൃഷ്ടിച്ചു. അപ്പോഴും ബ്രഹ്മാവ് ബ്രഹ്മസംഹിത ചൊല്ലുന്നുണ്ട്. നിഗൂഢങ്ങളുടെ രഹസ്യമാണ് ബ്രഹ്മസംഹിത. അതിനകത്ത് പറയുന്നുണ്ട് ഭഗവാൻ, അതായത് നമ്മുടെ ഈ വൈകുണ്ഠ ലോകത്തിൽ പോലും ഒരു ലക്ഷ്മി ദേവിയാണ് ഭഗവാനോടൊപ്പം ഇരിക്കുന്നത്, ഭഗവാന്റെ പാദങ്ങൾ തിന്നിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ ഗോലോകത്തിൽ നിന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ലക്ഷ്മിമാരാണ് ഭഗവാന് പാദസേവനം ചെയ്യുന്നതാണ് പറയുന്നത്. ഇതാണ് ഭഗവാന്റെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഉപരിലോകങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ നമ്മളിങ്ങനെ കടന്ന് നമുക്കിങ്ങനെ ഈ ജന്മമരണ ചക്രത്തിൽ കടന്ന് നമുക്ക് ഇങ്ങനെ പുനരാവർത്തിയിലൂടെ ഇങ്ങനെ നടന്നാൽ മതിയോ? മതിയോ? പോരാ, അല്ലേ? നമുക്കെല്ലാം ഊർധ്വലോകങ്ങളിലേക്ക് ഉപരിലോകങ്ങളിലേക്ക് നമുക്ക് എത്തപ്പെടണം. കീഴ് ജന്മത്തിലേക്ക്, അതായത് അധപ്പതന ജന്മത്തിലേക്ക് പോകാതെ ഉന്നതമായ ജന്മത്തിലേക്ക് നമുക്ക് എത്തപ്പെടണം. ദേവീദേവന്മാരായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകത്തൊക്കെ നമ്മൾ എത്തപ്പെടും. നമ്മുടെ കർമ്മത്തിനനുസരിച്ച്, നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ ഒരു മഹാമാന്ത്രികനാണ്. നമുക്ക് നമ്മൾ ശ്വസിക്കുന്നു നമ്മുടെ രോമകോപങ്ങളിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? വെറും വേർപ്പ് മാത്രം. നമ്മൾ ശ്വസിക്കുന്ന കാലയളവ് പറയുമ്പോൾ എത്ര നേരം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഭഗവാന്റെ ശ്വസന കാലയളവെന്ന് ആലോചിച്ച് ഭൗതിക പ്രപഞ്ചം മൊത്തം നശിക്കുകയാണ്. പിന്നെ വീണ്ടും അടുത്ത ശ്വസിക്കുമ്പോൾ ഇതെല്ലാം വെളിയിലേക്ക് വരികയാണ്. അപ്പം ശാസ്ത്രങ്ങളിൽ നിന്ന് നമുക്ക് ആധികാരികപരമായ വിവരങ്ങൾ ലഭിക്കും. ഇതൊക്കെ നമ്മൾ പുറത്ത് ആരുടെങ്കിലും എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇല്ലേ? പിന്നെ രോപഭൂമകളിൽ നിന്ന് ദേവീദേവന്മാരുണ്ടാകുകയുണ്ട്, അല്ലേ? നമ്മളെ നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്കെല്ലാം ഓരോ ദേശാധിപത്യത്തിലുള്ള ദേവീദേവന്മാരാണ്, ഇല്ലേ? ഓരോ നമുക്കിവിടെ ആരതി ക്ഷേത്രം, കുന്നമേ ദേവി ക്ഷേത്രം, തിരുനക്കര, ഇതെല്ലാം ദേശാധിപത്യമുള്ളത്. അവർ ആ ദേശത്തിലെ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെല്ലാം. നമ്മൾ ഇവിടുത്തെ കിളിരക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ വടക്കേന്റെ ചെന്ന് ഏതെങ്കിലും ഒരു അവിടെ ഇങ്ങനെ ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അവർക്കറിയാൻ പറ്റുമോ? ഓരോ ദേവീദേവൻ, അതാണ് 33 കോടി ദേവതന്മാരുടെ പ്രാധാന്യം. അവരെല്ലാം ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടാണ്. ഊർധ്വം ഗച്ഛന്തി സ്വസ്ഥയ, അതായത് സ്വാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ സ്വഭാവത്തിനൊക്കെ പരിവർത്തനം വരുത്തി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഈ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും ഒക്കെ അടിമപ്പെടാതെ നമ്മൾ വിശുദ്ധ സത്വത്തിലേക്ക് നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ദേവീദേവന്മാരുടെ ഒക്കെ ലോകങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. അയോധ്യ, നരസിംഹ ഭഗവാന്റെ ലോകം, അങ്ങനെയുള്ള ലോകങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ, അവിടെ ചെന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് അല്ല നമ്മൾ ഇന്ത്യ കാണുന്ന പോലുള്ള എയറോപ്ലെയിനും റോക്കറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉപലോകങ്ങളിലേക്കൊക്കെ ചെല്ലാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. പണ്ട് രാവണന് ഇതുപോലെ പുഷ്പവിമാനം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ പെട്രോളോ അല്ലെങ്കിൽ ഇതുപോലൊക്കെ അടിച്ചോണ്ടാണോ പോകുന്നത്? അല്ല. അതിൻ്റെയൊക്കെ പരിണത ഫലത്തിന് അതിൻ്റെയൊക്കെ ചിന്തകൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. മധ്യതിഷ്ഠന്തി രജസ, അതായത് രാജസ പ്രവൃത്തി ഉള്ളവർ എവിടെ ജീവിക്കും? രജഗുണത്തിലുള്ളവർ എവിടെയാണ് ജീവിക്കുന്നത്? ഭൂമിയിൽ ജീവിക്കും. ജഗം നിർഗുണ വൃത്തിസ്ഥ അതോ ഗച്ഛന്തി താമസം, നീചമായ തമോ ഗുണത്തിൽപ്പെട്ടവർ എവിടെ ജീവിക്കും? എവിടെ ജീവിക്കും? അവരെവിടെ പോകും? അതെ, തമോ ഗുണത്തിൽപ്പെട്ടവരോ? അവര് നരകലോകങ്ങളിലേക്ക് പോകത്തുള്ളവര്, ഒരിക്കലും വൃതലോകങ്ങളിലേക്ക് അവർ പോകത്തില്ല. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മളിങ്ങനെ സത്സംഗത്തിന് വരുന്നു, കൃഷ്ണാവധ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നു. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഊർധ്വലോകങ്ങളിലേക്ക് പോകണം. അഥവാ ഭഗവാനിലേക്ക് എത്തപ്പെട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഊർധ്വലോകങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടണം. അത്തരത്തിൽ ഒരു ശരീരം, ഒരു ആത്മീയ ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിനെ അതിന് പാകപ്പെടുത്തിയെടുക്കണം ഈ ജന്മത്തിൽ തന്നെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പട്ടീനെയും പൂച്ചേനെയും കഴുതേനെയൊക്കെ പോലെ നിയമങ്ങൾ അനുസരിക്കാതെ, നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ വേദങ്ങളെയൊക്കെ അനുസരിക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ
നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. നമ്മളും മൃഗങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിലും കീഴ് ജന്മത്തിലേക്ക് മലത്തിലെ കൃമിയായിട്ടും കൊതുകായിട്ടും ഓടയിലെ കൂത്താടിയായിട്ടും ഒക്കെ വീണ്ടും നമ്മൾ ജനിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം ഭഗവത്ത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഊർജ്ജ ലോകങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തി എടുക്കേണ്ടിയിരിക്കുന്നു. ജന്മകർമ്മമേ ദിവ്യ ഏവം യോ വേത്തി തത്വത തെക്വാദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഭഗവത്ഗീത 4:9 പറയുന്നുണ്ട്, അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തിയുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല, അവർ ശാശ്വതമായ എന്റെ ലോകത്തിലെത്തുന്നു. ഇപ്പൊ നമ്മളിവിടെ ക്ലാസ്സിൽ വരുന്നത് എന്തിനാണ് ക്ലാസ്സിൽ വരുന്നത്? അല്ലയോ അർജുന, എന്റെ ജന്മത്തിന്റെയും പ്രവൃത്തിയുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ. അപ്പൊ നമ്മൾ എന്തിനാ വരുന്നത്? ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവം, ഭഗവാന്റെ ലീലകള്, ഇതെല്ലാം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അങ്ങനെ ഗ്രഹിച്ചാൽ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകാന്നാണ് ഭഗവാൻ പറയുന്നത്? ഭഗവാന്റെ ധാമത്തിലേക്ക്. അർജുന, ഒരു സംശയം വേണ്ട, മരണശേഷം വീണ്ടും അവരെ ഭൗതിക ലോകത്തിലേക്ക് ഞാൻ വിടത്തില്ലെന്നാണ് ഭഗവാൻ ഉറപ്പ് തരികയാണ്. അവരെ എന്റെ ശാശ്വതമായ ലോകത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു ഭഗവാൻ ഉറപ്പ് തരികയാണ്. അപ്പൊ നമ്മുടെ പദ്ധതി ഭഗവാന്റെ പദ്ധതിയായിരിക്കും. നമ്മുടെ പദ്ധതിക്ക് അനുസരിച്ച് നീങ്ങിയാലോ നമ്മൾ എവിടെ ചെല്ലും? നമ്മൾ നരകലോകത്തിലും പാതാള ലോകങ്ങളിലും ഒക്കെ നമ്മൾ എത്തപ്പെടും. അപ്പൊ നമ്മുടെ പദ്ധതികൾ നമ്മൾ ഉപേക്ഷിക്കുക, ഭഗവാന്റെ പദ്ധതി രണ്ടും കൈ നീട്ട് നമ്മൾ സ്വീകരിക്കുക. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നമ്മൾ മാറ്റിയെടുക്കുക. അപ്പം മരണശേഷം അത്തരത്തിലൊരു ആത്മീയ ശരീരമുണ്ട്, യാതനാ ശരീരമുണ്ട്, ഇല്ലേ? മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഭക്തന്മാർക്കും അങ്ങനെയുള്ള വിശുദ്ധ ഭക്തന്മാർക്കും ഒക്കെയാണ് ആത്മീയ ശരീരം കിട്ടുന്നത്. അല്ലാത്തവർക്ക് യാതനാ ശരീരമാണ് കിട്ടുന്നത്. ആ യാതനാ ശരീരമാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഭക്തന്മാർക്ക് കിട്ടുന്ന ആത്മീയ ശരീരമാണെങ്കിൽ വിഷ്ണുദൂതന്മാർ കൊണ്ടുപോകും. യാതനാ ശരീരമാണെങ്കിൽ ആര് കൊണ്ടുപോകും? യമദൂതന്മാരായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം ആ യാതനാ ശരീരം നമുക്ക് കിട്ടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പൂർത്തീകരിക്കണം. അതിനാണ് നമ്മൾ സത്സംഗത്തിൽ വരുന്നത്, നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നത്, നമ്മൾ പ്രഭാതത്തിന്റെ ബുക്കുകൾ വായിക്കുന്നത്, പഠിക്കുന്നത്. നമ്മുടെ സംശയങ്ങളെല്ലാം നമ്മൾ ചോദിക്കണം. നമ്മൾ വീട്ടിൽ പോരുന്ന ക്ലാസ്സുകൾ കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം നോട്ട് ചെയ്യണം. ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയണം. അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ ബുക്കുകൾ വായിച്ചിട്ട് അതിന്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറിച്ച് വെച്ചിട്ട് വന്ന് ചോദിക്കണം. ഞങ്ങൾക്കൊന്നും എല്ലാം അറിയാവുന്ന ആൾക്കാരല്ല. എന്തെങ്കിലും അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉന്നതരായ ശ്രേഷ്ഠരായ ഭക്തന്മാരോട് ചോദിച്ചിട്ട് നമ്മളത് പറഞ്ഞു തരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ശരീരം ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം ഇങ്ങനെ കടന്നു പോകുന്ന ശരീരത്തെ നമ്മൾ മാറ്റി അതിന് മറ്റൊരു ശരീരം സ്വീകരിച്ചാലേ ഉള്ളൂ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ നമ്മൾ ജലത്തിലാണ് കിടക്കുന്നത്, അല്ലേ? അവിടുന്ന് വെളിയിൽ വന്നാൽ നമുക്ക് ആ ജലത്തിനടിയും വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പറ്റുമോ? എത്ര നേരം കിടക്കാൻ പറ്റും? മീനും ഒക്കെ ആയിട്ട് നമുക്ക് വെള്ളത്തിൽ മൂക്കിക്കൂടൊക്കെ ശ്വസിച്ചുകൊണ്ട് മീനുകളെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ ഗർഭത്തിൽ കിടക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കിടക്കുന്നത്, ഇല്ലേ? അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഊർജ്ജലോകങ്ങളിലും നമ്മൾ ഇവിടുന്ന് നമ്മുടെ ശരീരം കത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സോളാണ്, ആത്മാവാണ്. അതിലൊരു ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ യാതനാ ശരീരം വേണം, അല്ല ആത്മീയ ശരീരം ഉണ്ടാകണം. യാതനാ ശരീരമാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ അത് വളരെയധികം യാതനകൾ നരകലോകങ്ങളിൽ ചെന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആത്മീയ ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ കാമവും ക്രോധവും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കണം. കോപത്തെ നിയന്ത്രിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? കാമത്തെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കണം? നമ്മുടെ പ്രവൃത്തികളെല്ലാം ആരിൽ അർപ്പിച്ച് ചെയ്യണം? ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണം. അപ്പൊ അത് പരിശുദ്ധമാവും. അതുപോലെ തന്നെ ക്രോധത്തെ ആണെങ്കിൽ പോലും നമ്മൾ ആരിൽ അർപ്പിച്ച് ചെയ്യണം? ക്രോധത്തെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അതിന് ഉദാഹരണമാണ് ഇവിടെ ഹനുമാൻ സ്വാമിനെ കാര്യം പറയുന്നില്ലേ? ഹനുമാൻ സ്വാമി എന്താണ് ചെയ്തത്? രാവണന്റെ രാജകൊട്ടാരം തന്റെ വാല് തീ പിടിപ്പിച്ച് അത് മൊത്തം കത്തിച്ചു. ആരെങ്കിലും ക്രോധമില്ലാതെ വേറെ തന്നെ വീട് പോയി കത്തിക്കുമോ?
എന്തേലും വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വീടിന്റെ പുറത്തേക്ക് പെട്രോളോ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കത്തില്ലേ? അതുപോലെ ഭഗവാൻ, അതായത് ഹനുമാൻ സ്വാമി എന്തായത്, തന്റെ ക്രോധത്തെ ആർക്ക് വേണ്ടി ആ ക്രോധത്തെ ബലിയർപ്പിച്ചു? ഭഗവാന്റെ ഭക്തിയുടെ സേവനമായിട്ട് ചെയ്തു. ഹനുമാൻ സ്വാമിക്ക് എന്നാ ഇവന്റെ വീട് കത്തിച്ചാൽ ഹനുമാൻ സ്വാമി സ്വന്തം തീരുമാനം എടുത്ത് പോയി കത്തിച്ചാണോ? അല്ല, അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഭഗവാന്റെ പാദത്തിൽ തന്റെ സേവനമായിട്ട് അർപ്പിക്കുകയാണ് ആ ക്രോധത്തെ. അപ്പൊ നമ്മുടെ ക്രോധത്തെ പോലും നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട്, അതായത് എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ക്രോധത്തെയും കാമത്തെയും എല്ലാം നമ്മൾ ഭഗവാനിൽ നമ്മൾ സന്നിവേശിപ്പിക്കണം. എന്നാലും നമുക്കും നമ്മുടെ ക്രോധത്തെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നരോത്തമദാസ് ഠാക്കൂർ, നമ്മുടെ വൈഷ്ണവാചാര്യനായ നരോത്തമദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, കാമകൃഷ്ണ കാമാർപ്പണേ, നമ്മുടെ കാമത്തെയും ക്രോധത്തെയും എല്ലാം നമ്മൾ കൃഷ്ണന് വേണ്ടി അർപ്പിക്കണമെന്നാണ് പറയുന്നത്. സാധാരണക്കാർ കിടന്ന് രാവും പകലും എല്ലാം കിടന്ന് പണിയെടുക്കുകയാണ്, ഇല്ലേ? വളരെയധികം നല്ല രീതിയിൽ അവർ കഷ്ടപ്പെടുന്നു. അവരുടെ എല്ലാ ഉദ്ദേശവും ഒന്ന് ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? അവർ അബദ്ധമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. അവർ ഇതാണ് ജീവിതം എന്നുള്ള രീതി പോകണം. അവരുടെ അനുഭവമാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബോധത്തെ നമ്മൾ എന്ത് തരത്തിലേക്ക് ആക്കണം? കൃഷ്ണാബോധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിനുള്ള കോഴ്സാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. നമ്മുടെ ബോധത്തെ കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്റെ ബോധം, അതുപോലെ തന്നെ എന്റെ നാടിന്റെ ബോധം, സമൂഹ ബോധം, രാഷ്ട്രീയ ബോധം, ഇതെല്ലാം അങ്ങനെ ആയാലോ? ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ നാട് എങ്ങനെ ആയിത്തീരുമെന്ന്, അല്ലേ? ആ കൃഷ്ണാബോധത്തിലേക്ക് വന്നതിന് എന്ത് ചെയ്യും? നമ്മുടെ എല്ലാവരും ആ രാഷ്ട്രത്തിന്റെ പ്രവർത്തനം എല്ലാം ഉൾപ്പെടെ ഭഗവാന്റെ ഭക്തിയുത സേവനമായിട്ട് അർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ എല്ലാം കൃഷ്ണന്റെ സംതൃപ്തിക്കായി മാറ്റിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പരിപൂർണരാകുകയുള്ളൂ, അല്ലേ? എന്നാലേ നമുക്ക് ആ പൂർണ്ണതയിൽ എത്താൻ പറ്റത്തുള്ളൂ. അല്ലെ നമ്മൾ പരിപൂർണരാകുമോ? നമുക്ക് കുറവുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കുറവുകൾ നിർത്താൻ വേണ്ടി വീണ്ടും നമ്മൾ അടുത്ത ജന്മം എടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷ്ണാബോധ പ്രസ്ഥാനമാണ്. അപ്പൊ അത് ഇതുപോലുള്ള കാര്യങ്ങളെ എല്ലാം മേടിച്ച് നമ്മളെ എല്ലാവരെയും നല്ല ഉത്കൃഷ്ട ബോധത്തിൽ എത്തിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ആ പ്രസ്ഥാനമാണ് നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനം. നമ്മുടെ ആചാര്യൻ പ്രഭാതർ വളരെയധികം കഷ്ടതകളൊക്കെ സഹിച്ചാണ് നമ്മുടെ പ്രസ്ഥാനം ഇങ്ങനെ ഒരു പരുവത്തിലാക്കിയെടുത്ത് ഇന്ന് ലോകമെമ്പാടും രഥയാത്രകളെ, അങ്ങനെയുള്ള പൂജകളെ, വൈഷ്ണവാചാരപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ദേശീയരുമൊക്കെ ചെയ്യണം, നമ്മുടെ ഇന്ത്യയിലെക്കാളും ഒക്കെ വളരെ നന്നായിട്ട്. അപ്പോൾ അവരെല്ലാം പൂർണ്ണതയിലെത്താൻ അവർക്ക് മനസ്സിലായി മറ്റുള്ള രീതിയിലും കാര്യങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പരിപൂർണതയിൽ എത്തത്തില്ലെന്നറിയാം. അതുകൊണ്ട് അവരെല്ലാം ഇത് അനുസരിക്കാൻ തുടങ്ങി. കൃഷ്ണാബോധത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയും ജീവിതക്രമവും. അപ്പൊ ആത്മീയ ശരീരത്തോടെ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് നമ്മൾ ശരീരത്തെ പ്രാപ്തമാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പട്ടിയും പൂച്ചയൊക്കെ പോലെ തന്നെ നമ്മളിങ്ങനെ നമ്മൾ ഭൗതിക ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതൊരു അന്വേഷണമാണ്. ആ അന്വേഷണമാണ് നമ്മളിവിടെ ക്ലാസ്സിലൂടെ പ്രഭാതരുടെ പൂർവാചാര്യന്മാരുടെ ഒക്കെ അറിവുകൾ, നമ്മൾ പരമ്പര അറിവുകളെല്ലാം അറിവുകളാണ് നമ്മളിങ്ങനെ തരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിൻ്റെയും സോഴ്സ് ഭഗവാനാണ് എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്. എന്തെങ്കിലും നിർത്താം.